ഇടുക്കി പൂപ്പാറയിലെ പന്നിയാർപ്പുഴ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് നടപടികൾ നടത്തുന്നത്. പൂപ്പാറയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. 56 പേർ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഒഴിപ്പിക്കൽ നടപടികളുടെ സഹകരിക്കില്ലെന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി. നടപടി വരുമ്പോൾ നടപടി ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നടപടി അവർ എന്ത് നടപടി സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ നടപടിയോട് ഞങ്ങളിന്ന് വിയോജിപ്പ് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. കാരണം 6 ആഴ്ച ഞങ്ങൾക്ക് ഹൈക്കോടതി ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നതാണ്. ഇത് 6 ആഴ്ചക്കകം ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ആ പേപ്പറുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാലൻസ് 25 ദിവസം ബാക്കി കിടക്കുകയാണ്. അതിനു മുൻപ് ഇത്രയും വലിയ ഒരു സന്നാഹങ്ങളുമായി വന്ന് ഇത് ഒഴിപ്പിക്കാൻ പാകത്തിനുള്ള എന്താണ് പൂപ്പാറയുടെ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ സുബിൻ തോമസ് ചേരുകയാണ്. സുബിന് 56 പേർ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട ഒഴിപ്പിക്കൽ നടപടികൾ ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ? പ്രധാനമായും ഈ ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൂപ്പാറ ടൗണിൽ ഉള്ള ടൗണിനോട് നടന്ന ഒഴിപ്പിക്കൽ നടക്കുന്ന ഒരു സമയത്താണ് പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഈ സാധനങ്ങൾ മാറ്റണമെന്ന് ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസും എത്തി അറിയിച്ചു. ഇതോടുകൂടിയാണ് ഇവർ പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ സാധനങ്ങൾ മാറ്റുക അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രത്തോളം ഈ സാധനങ്ങൾ ഇറക്കി മാറ്റിയാൽ പോലും എവിടേക്ക് കൊണ്ട് വെക്കും എന്നുള്ളൊരു ചോദ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. വേറെ സ്ഥലങ്ങളില്ല തങ്ങൾക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നതിനായി, വേറെ മറ്റ് സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എങ്ങോട്ടേക്ക് മാറ്റുമെന്നുള്ളൊരു ചോദ്യമാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വെച്ചത്. കൂടാതെ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം സീൽ ചെയ്താൽ ആത്മഹത്യ, മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ആത്മഹത്യ ഭീഷണിയാണ് അവർ മുഴക്കുന്നത്. ഏതാനും കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും എല്ലാം തന്നെ ഇതിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. ഇവരുടെ കൈകളിലെല്ലാം തന്നെ മണ്ണെണ്ണ ഉണ്ട് എന്നാണ് ഈ മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, വ്യാപാരികൾ അവകാശപ്പെടുന്നത്. ഈ മുകളിൽ ഈ ഒരു സീൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ, വ്യാപാര സ്ഥാപനം സീൽ ചെയ്യുകയോ അല്ലെങ്കിൽ തങ്ങളെ പുറത്താക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തീയിടും എന്നുള്ള ഒരു ഭീഷണിയാണ് അവർ മുഴക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. വലിയ സന്നാഹങ്ങളോടെ തന്നെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുമായി ഏതെങ്കിലും തരത്തിലുള്ള തർക്കം, പ്രതികരണം ആ രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രധാനമായും കളക്ടർ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇവരുമായി, അതായത് ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഈ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന തീരുമാനത്തിലാണ് സബ് കളക്ടർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളക്ടർ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഒരു നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യത്തിലും ഇത് മാറ്റിവെക്കുക സാധ്യമല്ല. കാരണം ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവ് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ, അതായത് ഈ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒഴിപ്പിക്കും, അത് പൂട്ടി സീൽ ചെയ്യും. കൂടാതെ ഇതിനോട് ചേർന്നുള്ള വീടുകളുണ്ട്, ആ വീടുകൾക്ക് നോട്ടീസ് നൽകും. അവരെ ഒഴിപ്പിക്കില്ല, അവർക്ക് നോട്ടീസ് നൽകും. അതിനുശേഷം മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ ആക്ഷൻ കൗൺസിൽ നിലവിൽ ഈ ഒരു കോടതി വിധിക്കെതിരെ, ഹൈക്കോടതിയുടെ ഈ ഒരു വിധിക്കെതിരെ വീണ്ടും ഈ ഒരു പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ചൊവ്വാഴ്ച ഈ കേസ് പരിഗണിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെയുള്ള സാവകാശം തങ്ങൾക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഈ റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടാക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായും ഈ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ ഒരു ഉത്തരവോ വിധിയോ ഉണ്ടായാൽ ഈ നടപടികളെല്ലാം തന്നെ റദ്ദാക്കപ്പെടുമെന്നുള്ളൊരു വിശദീകരണമാണ് സബ് കളക്ടർ നൽകിയത്. പക്ഷെ അതിനോടൊന്നും തന്നെ യോജിക്കാൻ ഈ വ്യാപാരികൾ തയ്യാറായിരുന്നില്ല. അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒഴിപ്പിക്കലുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ള വ്യാപാരികളിൽ അധികവും അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള വസ്തുക്കൾ മാറ്റുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. തങ്ങൾ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരാണ്. 60 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അത് വിപുലീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിലുമുള്ള കയ്യേറ്റം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ ഇപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്ന വാദം. ഈ ഒഴിയാൻ കൂട്ടാക്കാത്ത വ്യാപാരികളെ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരെ പുറത്ത് ആക്കി ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ഒരു
തീരുമാനത്തിലേക്കാണ് നിലവിൽ റവന്യൂ വകുപ്പ് എത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒഴിയാൻ കൂട്ടാക്കാത്ത വ്യാപാരികളെ ഒഴിപ്പിച്ച് ആ കട സീൽ ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇന്ന് ആദ്യഘട്ടത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ ടൗണിൽ ഈ ഒരു നടപടികൾ റവന്യൂ വകുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ അളന്ന് തിട്ടപ്പെടുത്തി അവർക്ക് നിർദ്ദേശം നൽകി ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകി. ചില വ്യാപാരികൾ അത് മാറ്റുന്ന ഒരു നിലപാടെടുത്തു. പക്ഷേ ഇത് മാറ്റാൻ സാഹചര്യമില്ലാത്ത സാധാരണക്കാരായ വ്യാപാരികൾ അവർ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് സാധനങ്ങൾ മാറ്റാനുള്ള സാഹചര്യമില്ല, എവിടേക്ക് മാറ്റുമെന്ന് തങ്ങൾക്കറിയില്ല, ഇവിടുന്ന് മാറിയാൽ എവിടേക്ക് പോകുമെന്ന് തങ്ങൾക്കറിയില്ല. കൂടാതെ തങ്ങൾ ഒരു കയ്യേറ്റം ഒന്നും തന്നെ ഇവിടെ നടത്തിയിട്ടില്ല. വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി തങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ചെറിയ വ്യാപാരികൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വ്യാപാരം ചെയ്ത് ജീവിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു വാദം. പക്ഷേ ഈ 56 കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. അതായത് പുഴയും അതുപോലെ തന്നെ പന്നിയാർ പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറി 56ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂപ്പാറയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് റവന്യൂ വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടികളുമായി അല്ലെങ്കിൽ ഈ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നടപടികളുമായി മുമ്പോട്ട് പോവുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ പ്രതിഷേധങ്ങൾ എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഈ ഒരു പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അതേസമയം ഈ മറ്റ് ജനപ്രതിനിധികളൊന്നും തന്നെ ഇവിടേക്ക് എത്താത്തതിലും ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു അമർഷം രേഖപ്പെടുത്തുന്നുമുണ്ട്. KP റവന്യൂ വകുപ്പിന്റെ ഒഴിപ്പിക്കൽ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞത്. അതേസമയം തന്നെ പ്രതിഷേധവും ശക്തമാണ്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.